വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവാണ് നമുക്കൊക്കെ കൃപയും സമയക്രമവും അനുവദിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും അധ്വാനവും. അപ്പോൾ ഒരു പ്രസക്തമായൊരു ചോദ്യമുണ്ട്. എന്താണ് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം? എന്താ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം? ചിലരുടെ ചിന്ത കുറേ പണം ഉണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യമുണ്ട്, അല്ലേ? മറ്റു ചിലരുടെ ചിന്ത കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിൽ, തറവാടിത്തമൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഐശ്വര്യമുണ്ട്. ഇതുവല്ലോ ആണോ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം? ഇതൊന്നുമല്ല എന്ന് നമുക്കറിയാം. കാരണം സമ്പത്തുള്ളവൻ ഉറക്കം കിട്ടാതെ ഐശ്വര്യമില്ലാതെ ജീവിക്കുന്നുണ്ട്. തറവാടിത്തമുള്ളവർ, കുടുംബ പാരമ്പര്യമുള്ളവർ തമ്മിൽ തല്ലി ഐശ്വര്യം കെട്ട് കഴിയുന്നുണ്ട്. അപ്പം ചോദ്യം, എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മാനദണ്ഡം? ഈ ചോദ്യം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തോട് ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഒരു കുടുംബത്തെ ഐശ്വര്യമുള്ള തിരുക്കുടുംബം എന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണത്? ഔസേപ്പിതാവ്, ഭാര്യ മറിയം, പുത്രനായ യേശു. ഈ കുടുംബത്തെ തിരുക്കുടുംബം, ഐശ്വര്യമുള്ള കുടുംബം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബം പോലെ ആക്കണമെന്നുള്ളതാണല്ലോ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത, ഐശ്വര്യത്തിൻ്റെ പ്രത്യേകത എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. തിരുക്കുടുംബത്തെക്കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങളും പ്രാർത്ഥനകളൊക്കെ നമുക്കറിയാം. എങ്കിലും ഈ സമയം വളരെ വ്യക്തമായ ഒരു കാര്യം തിരുക്കുടുംബം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 19. ബൈബിൾ തുറക്കുന്നു, നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആരെക്കുറിച്ചാണ്? ഔസേപ്പിതാവിനെ കുറിച്ചാണ്. പശ്ചാത്തലം നമുക്കറിയാം. ഇതാ മറിയം ഗർഭവതിയായിരിക്കുന്നു, ഭർത്താവ് അറിയാതെ. ഭർത്താവ് എന്തു ചെയ്യുന്നു? ഭർത്താവ് ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഔസേപ്പിതാവ് നീതിമാനാണല്ലോ, അദ്ദേഹം ഒരു തീരുമാനത്തിലേക്ക് എത്തി. എന്താണ്? അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം. നീതിയാണ്, ആ കാലഘട്ടത്തിലെ ഒരു നീതിയാണ്. അദ്ദേഹം നീതിമാനാണല്ലോ. എന്താണ് ആ കാലഘട്ടത്തിലെ നീതി? പഴയ നിയമത്തിലെ മോശ പറഞ്ഞിരിക്കുന്ന ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാം, അതിലൊരു തെറ്റുമില്ല. എന്നാൽ വചനം ഒരു കാര്യം മത്തായി സുവിശേഷം എഴുതി വച്ചിട്ടുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും. ബൈബിൾ വായിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ. ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ടെങ്കിലും, ചെറിയൊരു പെരുമാറ്റ ശൈലി കൊണ്ടെങ്കിലും ഔസേപ്പിതാവ് ഭാര്യയായ മറിയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു കുടുംബത്തിൻ്റെ ആരംഭം ഭാര്യയും ഭർത്താവും കൂടി ചേർക്കപ്പെടുകയാണ്. ആ കുടുംബത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കല്ലുകടിയാണ്. വലിയൊരു ദുരന്തമാണ്. പക്ഷേ ആ കുടുംബനാഥൻ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ നോട്ടം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട് ഒരിക്കലും എൻ്റെ ഭാര്യയെ ഞാൻ അപമാനിതയാക്കില്ല, അവളെ വേദനിപ്പിക്കില്ല, സമൂഹ മധ്യത്തിൽ അവളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം, തിരുക്കുടുംബം ഇന്ന് ഈ ശുശ്രൂഷ സമയം എന്നോടും നിന്നോടും പറയുന്നു, ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ നാവിൻ തുമ്പിലാണ് ഐശ്വര്യം ഇരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം ഇരിക്കുന്നത് നമ്മുടെ നാവിൻ തുമ്പിലാണ്.
ആ നാവിലും തൊട്ട് നോക്കിക്കേ. നമ്മുടെ നാവിൻ തുമ്പിലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം. സമ്പത്തല്ല പ്രിയപ്പെട്ടവരെ, കുടുംബ പാരമ്പര്യമല്ല, നിന്റെ അധ്വാനമല്ല, മറിച്ച് നിങ്ങളുടെ നാവിൻ തുമ്പാണ്, നമ്മുടെ സംസാരമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം. എന്തിന് നമ്മളെയൊക്കെ ചുറ്റുവട്ടത്ത് നോക്കുന്നു? നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംസാരം കൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. സമൂഹത്തിൽ അപമാനിതയാക്കാൻ ഔസേപ്പിതാവ് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് നാളുകളായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ചില സിനിമാ നടന്മാരുടെ നടിമാരുടെയും സീരിയൽ നടന്മാരുടെയും നടിമാരുടെയും അതോടൊപ്പം തന്നെ മറ്റു പലരുടെയും അവരെക്കുറിച്ചൊക്കെ നമുക്ക് അല്പം കൂടെ അറിയാം. എന്ത് സംഭവിക്കുന്നു? ചില വിവാഹ ബന്ധങ്ങൾ, ഭാര്യയും ഭർത്താവും യൂട്യൂബിൽ വന്നിട്ടാണ് നാട്ടുകാരോട് മുമ്പിൽ ഭർത്താവിനെക്കുറിച്ച് പറയുന്നത്. ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അപമാനിച്ചു. അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് കുറേ പേര്, ഫാൻസ് അസോസിയേഷൻകാരൊക്കെ വരുന്നു. പിന്നീട് ഭർത്താവ് വരുന്നു, അവൾ എന്നോട് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു. എവിടെ ഇതെല്ലാം പറയുന്നത്? മാധ്യമങ്ങളുടെ മുമ്പിൽ. പത്രസമ്മേളനം നടത്തിക്കൊണ്ടാണ് ചില ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരം സംസാരിക്കുന്നത്. പരസ്പരം ചെളി വാരി എറിയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമുണ്ടോ? യൂട്യൂബിൽ കയറിയും വാട്സപ്പിൽ കയറിയും ഫേസ്ബുക്കിൽ കയറിയും തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ നാവിൻ തുമ്പിലാണ് ഇരിക്കുന്നത്. നാവിൻ തുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും മാനദണ്ഡം, ഈ മാനദണ്ഡത്തിലാണ് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. ഒരു വാക്കുകൊണ്ട് പോലും പരസ്പരം വേദനിപ്പിച്ചില്ല. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങൾ ഏതാ ഉള്ളത്? ഏതെങ്കിലും കുടുംബം നിങ്ങൾക്കറിയാം? ഒരു പ്രശ്നമില്ലാത്ത കുടുംബം. എല്ലാ കുടുംബത്തിലും പ്രശ്നമുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. എനിക്ക് മാത്രമേ പ്രശ്നമുള്ളല്ലോ, ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നോക്കിക്കുക, അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. വെറുതെയാ. നമ്മളെക്കാൾ വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവരങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഇതെല്ലാം കൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി, നാട്ടുകാരുടെ മുമ്പിൽ പോയി വിളിച്ചു പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ അപമാനിക്കരുത്. നമ്മുടെ കുടുംബത്തിനൊരു ഐശ്വര്യമുണ്ട്. ആ ഐശ്വര്യം നമ്മുടെ നാവിൻ തുമ്പിലാണ് ഇരിക്കുന്നത്. ഔസേപ്പിതാവും മാതാവും, കുടുംബത്തിലെ അപ്പനും അമ്മയും, ഇവരുടെ സംസാര ശൈലി ഇത് കേട്ടു വളർന്നാണ് ആര് വന്നിരിക്കുന്നത്? യേശു വളർന്നത്. ആ കുടുംബത്തിലെ ഒരു കുടുംബാംഗം വളർന്നു വന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ സംസാര ശൈലി മറ്റുള്ളവരെ വേദനിപ്പിച്ചില്ല, മറിച്ച് മറ്റുള്ളവരെ വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചു ധ്യാനിക്കാവുന്നൊരു വചനം, 8-ാം അധ്യായം 11-ാം തിരുവചനം. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീ, വ്യഭിചാരിണി എന്നാണ് ജനം മുഴുവൻ പറയുന്നത്. എന്നാൽ ഈശോ അവളെ മകളെ എന്നാ വിളിച്ചേ. എന്നിട്ട് പറഞ്ഞെന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 11. Neither do I condemn you. Go your way, and from now on do not sin again. കുറ്റം വിധിക്കാമായിരുന്നു, വിധിക്കാൻ പാടില്ല, വിധിക്കാം, പക്ഷെ കുറ്റം വിധിച്ചില്ല. ഈ കുടുംബത്തിലെ ഒരു അംഗം, മകൻ, യേശു ഇങ്ങനെ പറയണമെങ്കിൽ എവിടുന്ന പഠിച്ചേ? അപ്പനിൽ നിന്ന് പഠിച്ചതാ. കുറ്റം വിധിക്കാതെ ഒരു സ്ത്രീയെ അപമാനതയാക്കാൻ സാഹചര്യം കിട്ടിയിട്ട് ചെയ്യാതെ വന്ന യേശു അത് അപ്പനിൽ നിന്ന് പഠിച്ച പുണ്യമാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നേ? നമ്മുടെയൊക്കെ സംസാര ശൈലി അവർ പഠിക്കുന്നില്ലേ? പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ മാതാപിതാക്കളെ. നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ആ വഴക്ക് കേൾക്കുന്നുണ്ട്. പരസ്പരം വഴക്ക് പറയുമ്പോൾ എന്താ പറയുന്നത്?
സുഹൃത ജപമൊന്നും അല്ലല്ലോ പറയുന്നത്. പരസ്പരം പറയുന്നത് മുഴുവൻ പരസ്പരമുള്ള കുറ്റങ്ങളാണ്. ഭർത്താവ് ഭാര്യയോട് പറയുന്നത് നിന്നെ കെട്ടിയതാണ്, നിൻ്റെ കുടുംബമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഭാര്യ നേരെ തിരിച്ച്. ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? മക്കൾ കേൾക്കുന്നുണ്ട്. അവരുടെ തലയിൽ ഇതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടും. പിന്നീട് ഒരിക്കൽ അവരെ വഴക്ക് പറയാൻ ചെല്ല്. അപ്പോൾ മക്കൾ പറയും, അപ്പൻ വലിയ കുടുംബ പാരമ്പര്യമൊന്നും പറയണ്ട, അപ്പൻ ഇന്നാൾ അമ്മയോട് പറയണൊക്കെ ഞാൻ കേട്ടു. അമ്മ ഉപദേശിക്കാൻ ചെല്ല് മക്കളെ. അപ്പോൾ മക്കൾ പറയും, അമ്മയും വലിയ വർത്താനമൊന്നും പറയണ്ട, കാരണം ഞങ്ങളും കേൾക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സംസാരം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ സംസാരം നമ്മുടെ മക്കൾക്ക് നന്മയാണോ തിന്മയാണോ കൊടുക്കുന്നത്? കുറേ നാളുകൾക്ക് മുമ്പ് ഒരമ്മയും മകളും കൂടെ ഒരു ധ്യാനാവസരത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛാ, അമ്മ പറയുക, ഈ മകളുടെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കച്ചാ, തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അച്ഛാ, വാ തുറന്ന ചീത്ത വാക്കേ പറയും, ചീത്ത വാക്ക്. ഇതെവിടുന്ന് പഠിച്ചാവോ? അമ്മ പറയും, ഇതെവിടുന്ന് പഠിച്ചാവോ? ഇവൾ ചീത്ത വാക്കേ പറയും. അച്ഛാ, ഇവളുടെ ഉള്ളി പിശാചാണ്, തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഈ കുട്ടിയെ നോക്കി, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അമ്മയും കൂടെ നോക്കി. ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെയും കൂടെ തലയ്ക്ക് പിടിച്ചേക്ക്, എൻ്റെയും കൂടെ തലയ്ക്ക് പിടിച്ചേക്ക്. കാര്യം മനസ്സിലായോ? ഈ കുട്ടി എവിടുന്നാണ് പഠിച്ചു വന്നത്? ഈ കുട്ടി പഠിച്ചു വന്നത് അമ്മയുടെയും അപ്പൻ്റെയും സംസാര ശൈലി കേട്ടു പഠിച്ചതാ. അവർ പറയുന്ന ചീത്തയാണ് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യം അതാണ്. നമ്മുടെയൊക്കെ സംസാര ശൈലി മറ്റുള്ളവരിലേക്ക്, മക്കളിലേക്ക് ഇതിങ്ങനെ പടരും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-37 വചനം. സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 36 and 37. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഒന്നുകൂടെ വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധി ദിവസമുണ്ട്. നമ്മുടെയൊക്കെ സംസാരം, ഓ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, തമാശയ്ക്ക് പറഞ്ഞതല്ലേ, ഞാനൊന്നും ഓർക്കാതെ പറഞ്ഞതാണ്, ഒക്കെ ശരിയാ. പക്ഷേ ഒരു വിധി ദിവസമുണ്ട്. ആ വിധി ദിവസത്തിൽ നമ്മൾ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 36 and 37 says, I tell you, on the day of judgment you will have to give an account for every careless word you utter. ഓരോ വ്യർത്ഥ വാക്കിനും ഉത്തരം കൊടുക്കണം, കണക്ക് കൊടുക്കണം. 37-ാം വചനം പറയുന്നു, for by your words you will be justified and your words you will be condemned. നിന്റെ വാക്കിനാൽ നീ കുറ്റം വിധിക്കപ്പെടും. നമ്മുടെയൊക്കെ വാക്കിന് കണക്ക് കൊടുക്കണമെന്നാണ് പറയണത്. കണക്ക് വേണം. പറയുന്നതിനൊക്കെ കണക്കുണ്ട്, അതൊക്കെ എഴുതപ്പെടും അല്ലേ? സാധാരണഗതിയിൽ ഈ സ്ത്രീകളുടെ സംസാരത്തെയും പുരുഷന്മാരുടെ സംസാരത്തെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ സംസാരം ബ്ലാ ബ്ലാ അല്ലേ? സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ബ്ലാ 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 ബ്ലാ. എന്താണ് അതിൻ്റെ അർത്ഥം? അതാ കണ്ടിന്യൂസ് ആണ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള ചില സംസാരം കണക്ക് കൊടുക്കേണ്ടി വരും. ചുമ്മാ ബ്ലാ 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 പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു വിധി ദിവസമുണ്ട്, ഒരു വിധി ദിവസമുണ്ട്. ഞാനൊന്നും ഓർത്തില്ല, അറിഞ്ഞില്ല, ചുമ്മാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായതിനു ശേഷം സംഭവിച്ചൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അവർ ഓരോ ഇലക്ഷൻ കാലഘട്ടത്തിലും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ മാറ്റിപ്പറയുകയല്ലേ. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യേകത എന്തെന്താ, 5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതൊക്കെ ഇപ്പോഴും അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുക. ന്യൂസ് ചാനലിലെ കണ്ടിട്ടില്ലേ, ഇന്നൊരു നേതാവ് വന്നിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്ക് 2 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് അതേ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു കാണിക്കും. നേർവിപരീതമായിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ, നിലപാടുകൾക്ക് വ്യത്യാസം വന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ, മരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഭാരമായിട്ട് മാറിയില്ലേ?
ചില വ്യക്തികളോടൊക്കെ നമ്മളെടുത്ത ചില നിലപാടുകൾ, ചില സംസാര ശൈലികൾ ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ടല്ലേ പലപ്പോഴും പലതരത്തിലുള്ള ഭാരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കുടുംബം ഐശ്വര്യം പ്രാപിക്കണോ എങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. വചനം പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 22-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 22. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. ലയബിൾ ടു ഹെൽ ഓഫ് ഫയർ, ലയബിൾ ടു ജഡ്ജ്മെൻറ്റ്. നമ്മുടെയൊക്കെ സംസാരം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് പറയണം. വാക്കുകളാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മൾ കളയരുത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ സംസാരം കൊണ്ട് കളയരുത്. വായിച്ച് ധ്യാനിക്കാൻ ഒരു നല്ല വചനം പറയട്ടെ. അത് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 6-ാം തിരുവചനം. ചാപ്റ്റർ 5 വേഴ്സ് 6. നിന്റെ അധരങ്ങൾ നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. തെറ്റുപറ്റിയതാണെന്ന് ദൂതനോട് പറയാൻ ഇടവരുത്തരുത്. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? എന്താണ് ചോദ്യം? വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ അധ്വാന ഫലം നശിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നത് എന്തിന്? നമ്മുടെ വാക്കുകൊണ്ട്, സംസാരം കൊണ്ട് കുടുംബത്തിൻ്റെ അധ്വാന ഫലം നശിക്കാം. വചനം പറയുക, എല്ലാം അധ്വാനിച്ചു കൊള്ളാം, നല്ല കാര്യം, പക്ഷെ ഒരൊറ്റ വാക്ക് പോരെ അതെല്ലാം ഉടച്ചു കളയാൻ. ഒരമ്മ, കുടുംബത്തിലൊരമ്മ അതിരാവിലെ എഴുന്നേറ്റ് രാത്രി മുഴുവൻ അധ്വാനിച്ചു. കഷ്ടപ്പാട്. ഒറ്റ കുടുംബത്തിലെ അംഗങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ അമ്മ സങ്കടത്തോടുകൂടെ ചെയ്യുകയാണ്. അധ്വാനം എല്ലാം കഴിയുന്നു. ഈ അമ്മ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ പരാഗിക്കൊണ്ട്, ഇവന്മാരൊന്നും എന്നെ നോക്കുന്നില്ലല്ലോ, ഇവന്മാർക്ക് വേണ്ടി വെച്ചു വിളമ്പ് ഞാൻ മടുത്തു. രാത്രി ഇത് ചെയ്ത എല്ലാ അധ്വാനം കഴിയുമ്പോൾ ഈ അമ്മ അസ്വസ്ഥമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ചെയ്തതെല്ലാം എന്ത് സംഭവിച്ചു? അതാ രാത്രിയാവുമ്പോൾ ഈ അധ്വാനിച്ചു കൊണ്ടുവന്നതെല്ലാം പെട്ടെന്ന് ഉടഞ്ഞു പോയിരിക്കുന്നു. ഒരൊറ്റ വാക്ക് മതി ജീവിതത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ. നമ്മുടെ സംസാരത്തിൽ മതി നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ. എന്നാൽ ഈ അധ്വാനിക്കുന്നത് ഈ അമ്മ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന പോലെ സഹിച്ചേറ്റെടുക്കുമ്പോൾ അതാ കുടുംബത്തിൻ്റെ ഐശ്വര്യമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ജോബിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജോബിനെക്കുറിച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ? എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ കുടുംബത്തിൽ ചോദിച്ചാൽ ജോബാണ് മറുപടി പറയുന്നത്. നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? നമ്മുടെ നാവ് വഴി സംഭവിച്ച പരാതികളും പരാജയങ്ങളും നമുക്കൊന്ന് തിരിച്ചു പിടിക്കണ്ടേ? എങ്ങനെ തിരിച്ചു പിടിക്കാം? ജോബിനെ ധ്യാനിച്ചാൽ മതി. കാരണം ജോബിനെക്കുറിച്ച് വചനം പറയുന്നത് എന്താ? ജോബ് സങ്കടപ്പെട്ട് സകലം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ജോബിൻ്റെ ഭാര്യ വന്നിട്ട് ജോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 2 വേഴ്സ് 10. ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നു. ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തിട്ടില്ല. അങ്ങനെ വചനം പറയുന്നത്. ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തിട്ടില്ല. അപ്പം ജോബ് എങ്ങനെയാണ് ഐശ്വര്യം പ്രാപിച്ചത്? ഭാര്യ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മനുഷ്യനെ, നിങ്ങൾ എന്ത് പണിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയും ദുരിതം വരുത്തിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബ് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുക? ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവം തന്നു, ദൈവമെടുത്തു. അപ്പോൾ ജോബിൻ്റെ ഭാര്യ എന്ത് പറഞ്ഞു? എന്തൊരു മണ്ടത്തരമാണ്. അപ്പോൾ ജോബ് വചനം പറയുന്നു, ഈ കാര്യങ്ങളിലൊന്നിലും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ജോബിൻ്റെ പുസ്തകം വായിച്ചു പോകുമ്പോൾ അടുത്തതായിട്ട് കൂട്ടുകാരന്മാർ വരും. ഈ കൂട്ടുകാരന്മാർ വന്നിട്ട് ജോബിനെ ഇങ്ങനെ എരിപിരി കയറ്റുവാണ്. എന്താണ്? നീ നശിച്ചില്ലേ? നിൻ്റെ ജീവിതം നശിച്ചില്ലേ? നീ ഇപ്പോഴിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാണ്.
ഭാര്യ ദാ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം കൂട്ടുകാരന്മാരിങ്ങനെ പറഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖവും നിരാശയും ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 19 അധ്യായം 1-2 വചനം. ജോബ് സ്നേഹിതന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും? എത്ര കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? അത്രമാത്രം കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഭാര്യയിൽ നിന്ന്, പിന്നീട് കൂട്ടുകാരന്മാരിൽ നിന്ന് ഒക്കെ കേൾക്കുന്നത് ഈ നാവ് കൊണ്ടുള്ള വലിയൊരു തിന്മയാണ്. വചനം പറയുന്നത് എന്താ? ഈ കാര്യങ്ങളിലൊന്നിലും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല, പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു. പിന്നീട് വായിച്ചു വരുമ്പോൾ ജോബ് എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജോബ് എന്ത് ചെയ്തു? എങ്ങനെയാണ് ഈ ഐശ്വര്യമൊക്കെ തിരിച്ചു പിടിച്ചത്? ജോബിനെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാ? നഷ്ടപ്പെട്ടതെല്ലാം ജോബിന് തിരിച്ചു കിട്ടി. അതെങ്ങനെ കിട്ടി? ഒരു മാജിക്കില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ജോബിൻ്റെ പുസ്തകം 42 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 10. വചനം എങ്ങനെയാണ്? ജോബിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. സ്നേഹിതർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. The Lord restored the fortunes of Job when he had prayed for his friends, and the Lord gave Job twice as much as he had before. ജോബ് പ്രാർത്ഥിച്ചപ്പോൾ, എപ്പോഴാണ്? ജോബ് പ്രാർത്ഥിച്ചപ്പോൾ. എന്ത് പ്രാർത്ഥിച്ചു? എങ്ങനെ പ്രാർത്ഥിച്ചു? ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചു? അതാണ് പ്രധാനപ്പെട്ടത്. ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ജോബ് 1 അധ്യായം 5 വചനത്തിൽ ജോബ് എപ്പോഴും തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതായിട്ട്. എന്നാൽ ഇതായി പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ ആത്മീയ രഹസ്യം. ജോബ് തന്നെ വേദനിപ്പിച്ച, എപ്പോഴും ദുഷ്പ്രചരണം പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാവിലൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്, സ്നേഹിതർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ടോ? എന്തു ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ദുഷിപ്പിക്കുന്ന, നമ്മുടെ അഭിമാനത്തെ നശിപ്പിക്കുന്ന, നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നാവിലൂടെ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ഐശ്വര്യം കർത്താവ് തിരികെ നൽകും. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. ഈ സമയം ഒരു തീരുമാനം എടുക്കുക. എന്തിനു വേണ്ടി? എൻ്റെ നാവ് ദൈവസ്തുതി ആലപിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ അവയവമാക്കി ഞാൻ മാറ്റുന്നു. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിശാച് കയറി ഇടപെടും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം. ദൈവം തിന്നരുതെന്ന് പറഞ്ഞിരുന്ന പഴം ആരാണ് ആദ്യം? ഹൗവ. അതിനുള്ള കാരണം എന്തായിരുന്നു? ഹൗവായും സാത്താനും തമ്മിലുള്ള ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ഒരു സംഭാഷണം. പിശാചിനോട് സംഭാഷിക്കാൻ പോവല്ലേ. നാവ് കൊണ്ട് നീ അവരോട് മിണ്ടാൻ പോയാൽ എന്ത് സംഭവിക്കും? അവൻ നിന്നെ പീഡിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദിമ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പതനത്തെക്കുറിച്ച് പറയുമ്പോൾ ഹൗവായും സാത്താനും തമ്മിലുള്ള സംഭാഷണം, ആ കൂട്ടുകെട്ട് പിന്നീട് സംഭവിക്കുന്നത് വലിയ ദുഃഖത്തിലേക്കാണ്, വലിയ ജീവിതത്തിൻ്റെ പരാജയം. ഇത് നമുക്കൊരു പാഠമാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സംഭാഷണത്തിലൂടെയാണ് പൈശാചികമായ പീഡകൾ പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, ദൈവമേ എൻ്റെ നാവിന് വിശുദ്ധീകരിക്കണമേ, എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം എനിക്ക് തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ട്. നല്ലൊരു വചനം പറയട്ടെ. അത് ജെറമിയായുടെ പ്രവചനം 15 അധ്യായം 19 തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 15 വേഴ്സ് 19.
കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ നിന്നെ പുനഃസ്ഥാപിക്കാം. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ കർത്താവിൻ്റെ സന്ദേശമാണ്. എന്താ വചനം പറയുന്നത്? നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. പ്രിയപ്പെട്ടവരെ, ഈ സമയമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ നാവിൻ തുമ്പിലാണ്, അല്ലേ? നാവിൻ തുമ്പിൽ ഈ ഐശ്വര്യം നമുക്ക് തിരിച്ചു പിടിക്കാം. എങ്ങനെ? സദ്വചനങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാൻ, ദൈവസ്തുതി ആലപിക്കാൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നമ്മുടെ നാവിൻ തുമ്പിലാണെങ്കിൽ കർത്താവിനെ ചേർത്ത് പിടിച്ച് ആ വലിയ ഐശ്വര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവസമൃദ്ധമായി ഈ വലിയ അഭിഷേകത്തിലേക്ക് നമ്മളെല്ലാവരും ചേർത്ത് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.